അഴൂർ സേവാഭാരതി പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ. കുടുംബത്തിൽ നിന്നകന്ന് പെരുങ്കുഴി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കഴിഞ്ഞിരുന്ന പെരുങ്കുഴി കുമാറിനെ മുത്താരമ്മൻ ക്ഷേത്രത്തിന് സമീപം പുഴുവരിച്ച് കിടക്കുന്നതായി അറിഞ്ഞ അഴൂർ സേവാഭാരതി യൂണിറ്റിൻ്റെ പ്രസിഡന്റ് സുദർശനും സെക്രട്ടറി ബിന്ദുവും പ്രവർത്തകനായ ഷിബുവും ചേർന്ന് സേവാഭാരതിയുടെ ആംബുലൻസുമായി എത്തി അദ്ദേഹത്തെ കുളിപ്പിച്ച് വൃത്തിയാക്കി പെരുങ്കുഴി ജംഗ്ഷനിലെ ആട്ടോ തൊഴിലാളികളുടെ സഹായത്തോടെ തിരുവനന്തപുരത്തെ ജനറൽ ഹോസ്പിറ്റൽ 9-ാം വാർഡിൽ അഡ്മിറ്റ് ചെയ്ത് മടങ്ങി. പുഴുവരിച്ചു എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഇങ്ങനെ പുഴുവരിച്ച് കണ്ടത് ഇതാദ്യമായിട്ടാണെന്നാണ് സേവാഭാരതി പ്രവർത്തകർ പറഞ്ഞത്. പെരുങ്കുഴി കുമാറിൻ്റെ മക്കൾ പലതവണ ഇദ്ദേഹത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഇയാൾ അതിന് തയ്യാറായിരുന്നില്ല എന്നാണ് അറിയുന്നത്. കുമാരണ്ണ നമ്മളെ റോഡിൽ വഴിവര ഓടയര സ്ലാബിൻ്റെ പുറത്തായിരുന്നു കിടത്ത. ഇന്നലെയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കുമാരണ്ണനെ ഒരു ശകലം പോലും എഴിച്ച് നടക്കാൻ വയ്യ എന്നുള്ളൊരവസ്ഥയിൽ അറിയപ്പെടുന്നത്. നമ്മളിന്നലെ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് ഇപ്പോൾ അടിയന്തരമായിട്ട് കുമാരണ്ണനെ നമ്മൾ ആശുപത്രിയിലോട്ട് മാറ്റണമെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മളെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ സേവാഭാരതിനെ അറിയിച്ചവർ എല്ലാം മുൻകൈ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നേരെ ഇപ്പോൾ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ് കുമാരണ്ണനെ. അപ്പോൾ നമ്മളെ കൂടെ സഹകരിച്ച കുട്ടയെണ്ണ ബാക്കി നമ്മുടെ ബാവണ്ണം വന്നിട്ട് പോയി. ഇത് കുമാരണ്ണൻ്റെ കവറിലിരുന്ന പൈസയാണ്, അത് ഇതിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. അത് നമ്മൾ കുമാരണ്ണനെ എത്തിക്കുന്നതാണ്. അപ്പം ബാക്കി അടുത്തോളം മരുന്നൊക്കെ കാത്തി കഴിയുന്നുണ്ട്. കാണ്ട ഇത് നല്ല രീതിയിൽ പഴുത്തങ്ങ് ഉള്ളിലോട്ട് പുഴുവായിപ്പോയി. ആ പുഴുവാണ്ട ഞുളയ്ക്കുന്നത് കാണാം. അത് വലിയൊരു സങ്കടമാണത്. അതിന് പുഴുവര ഞുളച്ചു തുടങ്ങിയാണ്. ഞാൻ പറഞ്ഞു അടുത്തോളം അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതിലൊരു പക എന്നാന്ന് കണ്ടിട്ട് പകയാണ് എല്ലാവരും ടച്ച് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു വന്ന് പറഞ്ഞ് എന്നെ അവർ കൊണ്ടുവരികയും ചെയ്യും. എൻ്റെ സമ്മതത്തോട് തന്നെയാണ് കൊണ്ടും വന്നത്. ചേട്ടൻ ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നത് വരെ അവർ കൂടെ ഉണ്ടായിരുന്നോ സേവാഭാരതി? ഉണ്ടായിരുന്നു. നല്ലതുപോലെ തന്നെയാണല്ലോ അവർ നോക്കിയത്. ചേട്ടന് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇപ്പൊ? ചേട്ടന് പൂർണ്ണ സമ്മതം തന്നെയാണല്ലോ? പൂർണ്ണ സമ്മതം. ആശുപത്രി എത്തിയ ഏറ്റവും വലിയ കാര്യമല്ലേ. നമ്മളിപ്പോൾ ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുവന്നതെങ്കിലും ഇപ്പം തന്നെ ഇവിടെ അവർ വാർഡിൽ അഡ്മിറ്റാക്കി നമ്മൾ ഫുഡ് വാങ്ങി കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന് നമ്മൾ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോകുന്നത്. അപ്പം ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ വിളിക്കും. നമ്മൾ എല്ലാ നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുമ്പോഴത്തേക്ക് അറിയിക്കാം. വേറെ ഇതും വരില്ല. നമുക്കിപ്പോൾ കാല് അവർ ടെസ്റ്റ് ചെയ്യും. കാരണം മുറിവ് അങ്ങ് ഉള്ളിലോട്ടായിപ്പോയി. അപ്പോൾ ആ പുഴുവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ ഇനി ആ പുഴുവിനെയൊക്കെ മാറ്റിയ ശേഷം അവർ മിക്കവാറും ആ വെള്ളം പോയി. വെള്ളം ഇല്ലല്ലോ. തൊലിയിൽ ലേശം പോലെ ഉള്ളൂ. ബാക്കി വെള്ളം പോയി, മൊത്തം പോയി. അകത്തോട്ട് പഴുപ്പ് കയറിപ്പോയി. അല്ല, പുഴു അതിനകത്തോട്ടുണ്ട്. അതിനകത്തോട്ട് പുഴുണ്ട്. ഓ,
ചേട്ടൻ പേടിക്കൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് സുഖമാവും. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ചേട്ടന് യാതൊരു കുഴപ്പവും കാണൂല. നമ്മൾ ഇടയ്ക്കൊക്കെ വരാം കേട്ടോ ചേട്ടാ. ചേട്ടൻ എന്തായാലും പൂർണ്ണ ആരോഗ്യവാനോടുകൂടി തിരിച്ചു വരട്ടെ.